ഹായ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് മൂവീസ് കാണാൻ ഇഷ്ടമാണോ? ഏതൊരു പ്രോഗ്രാമേഴ്സും അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് IT ഫീൽഡ് ഇഷ്ടമുള്ളവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട 5 മൂവീസ് നമുക്ക് നോക്കിയാലോ? നമ്മുടെ ലിസ്റ്റിൽ 5ാമതുള്ള മൂവി ഹാക്കേഴ്സ് ആണ്. ടെക് പ്രേമികൾക്കിടയിൽ ഒരു കൾട്ട് ക്ലാസിക്കായി മാറിയ സിനിമയാണ് 1995 പുറത്തിറങ്ങിയ ഹാക്കേഴ്സ്. ഒരു കൂട്ടം ഹൈസ്കൂൾ ഹാക്കേഴ്സ് ഒരു വലിയ കമ്പനിയുടെ രഹസ്യ ഗൂഢാലോചന കണ്ടെത്തി അവരുടെ കോഡിംഗ് കഴിവുകൾ ഉപയോഗിച്ച് സത്യം വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിന്റെ ഇടയിൽ നടക്കുന്ന 90s സൈബർ കൾച്ചർ, സൈബർ ക്രൈംസ്, ഫ്രണ്ട്ഷിപ്സ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ആണ് ഈ മൂവി പറയുന്നത്. അയൻ സോഫ്റ്റ്ലി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ആഞ്ചലിന ജോളി, ജോണി ലീ മില്ലർ, മാത്യു ലില്ലാർഡ് എന്നിവരാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിലുള്ളത് ഡേവിഡ് ഫിഞ്ചർ സംവിധാനം ചെയ്ത വളരെ പ്രശസ്തമായ ദി സോഷ്യൽ നെറ്റ്വർക്ക് എന്ന സിനിമയാണ്. ഫേസ്ബുക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്നാൽ ആ ഫേസ്ബുക്ക് ജനിച്ചതിന് പിന്നുള്ള ജീനിയസ് ലെവൽ കോഡിങ്ങിന്റെയും ലോ സ്യൂട്ടുകളുടെയും സൗഹൃദങ്ങളുടെയും വഞ്ചനകളുടെയും ഒക്കെ കഥ നിങ്ങളിൽ എത്ര പേർക്കറിയാം? അത്തരത്തിലുള്ള കാര്യങ്ങളാണ് 2010 പുറത്തിറങ്ങിയ ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. ലോകത്തെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും നിർമ്മിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ധാർമ്മികവും വ്യക്തിപരമായ വെല്ലുവിളികളെ കുറിച്ചാണ് ഈ സിനിമ പ്രധാനമായി സംസാരിക്കുന്നത്. ഫേസ്ബുക്ക് സൃഷ്ടിച്ച ഹാർവാർഡ് വിദ്യാർത്ഥിയായിരുന്ന മാർക്ക് സുഗർബർഗിനെ സിനിമയിൽ അവതരിപ്പിച്ചത് ജെസ്സി ഐസർബർഗ് ആണ്. ജെസ്സിയെ കൂടാതെ ജസ്റ്റിൻ ടിംബർലേക്ക്, റൂണി മാര, ഡക്കോട്ട ജോൺസൺ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് എഡിറ്റിംഗ്, ബെസ്റ്റ് ഒറിജിനൽ സ്കോർ എന്നീ 3 അക്കാദമി അവാർഡുകളും ഈ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. 1982 പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ സിനിമയായ ഡ്രോൺ ആണ് ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ളത്. അന്നത്തെ കാലത്ത് വിഷ്വൽ എഫക്ട്സിന്റെ സാധ്യതയെ ശരിക്കും ഉപയോഗപ്പെടുത്തിയ വളരെ വിപ്ലവകരമായ ഒരു സിനിമ തന്നെയായിരുന്നു ഡ്രോൺ. വിഷ്വൽ എഫക്ട്സ് ഉപയോഗിച്ച് ഒരു പുതിയ ലോകം തന്നെ അവർ ഈ സിനിമയിൽ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഗ്ലാഡിയേറ്റർ ഗെയിമുകളിൽ മത്സരങ്ങൾ നടക്കുന്ന ഡിജിറ്റൽ ലോകത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു കമ്പ്യൂട്ടർ ഹാക്കറുടെ സാഹസിക കഥയാണ് സിനിമ പറയുന്നത്. സ്റ്റീവൻ ലിസ്ബർഗർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ജെഫ് ബ്രിഡ്ജസ്, ബ്രൂസ് ബോക്സ്ലൈറ്റ്നർ എന്നിവരാണ്. ഡ്രോൺ പിൽക്കാലത്ത് ആളുകളുടെ ഇടയിൽ ഒരു വലിയ കൾച്ചറൽ എലമെന്റ് ആയി മാറിയ സിനിമ കൂടിയാണ്. പിന്നീട് 2010 ഡ്രോൺ ലെഗസി എന്ന പേരിൽ ഈ ചിത്രത്തിന്റെ ഒരു സീക്വൽ കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് വരുന്നത് എക്സ് മക്കീനയാണ്. ബോധം പരീക്ഷിക്കാൻ വരുന്ന ഒരു പ്രോഗ്രാമറുടെ കഥ പറയുന്ന സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് എക്സ് മക്കീന. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രം കൂടിയാണ് എക്സ് മക്കീന. എന്നാൽ ഈ സിനിമ AI-യുടെ സാങ്കേതിക വശങ്ങളെ കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്ന റോബോട്ടുകളെ സൃഷ്ടിക്കുന്നതിലൂടെ മനുഷ്യൻ ഉണ്ടാവുന്ന ധാർമ്മിക പ്രശ്നങ്ങളെ കുറിച്ചാണ്. മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള അക്കാദമി അവാർഡ് എക്സ് മക്കീന നേടിയിട്ടുണ്ട്. കൂടാതെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന തിരക്കഥ, അഭിനേതാക്കളുടെ അവിശ്വസനീയമായ പ്രകടനങ്ങൾ, അതിശയകരമായ വിഷ്വൽ ഭാഷ എന്നീ കാരണങ്ങൾ കൊണ്ടും ഈ സിനിമ ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അലക്സ് ഗാർലാൻഡ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അലീഷ്യ വിക്കാണ്ടർ, ഓസ്കാർ ഐസക് എന്നിവർ ചേർന്നാണ്. ആൻഡ് ഫൈനലി ടോപ്പ് 1-ൽ ദ ഇമിറ്റേഷൻ ഗെയിം. 2ാം ലോക മഹായുദ്ധകാലത്ത് അലൻ ടൂറിംഗ് എന്ന മാത്തമാറ്റീഷ്യൻ നാസിയുടെ എനിഗ്മ കോഡ് ക്രാക്ക് ചെയ്ത് ദശലക്ഷക്കണക്കിന് ബ്രിട്ടീഷ് പട്ടാളക്കാരെ രക്ഷിക്കുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകൂടം നന്ദി സൂചകമായി പിന്നീട് അദ്ദേഹത്തോട് ചെയ്തത് കൊടും ക്രൂരതകളാണ്. 2014 പുറത്തിറങ്ങിയ ഇമിറ്റേഷൻ ഗെയിം എന്ന വാർ ത്രില്ലർ ചിത്രത്തിന്റെ ഞെട്ടിക്കുന്ന കഥാബീജം ഇതാണ്. ആൻഡ് ഈ സിനിമയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ്. ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് വേണ്ടി അവിശ്വസനീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടും അദ്ദേഹം പിൽക്കാലത്ത് പീഡിപ്പിക്കപ്പെട്ടത് അദ്ദേഹം ഒരു സുവർഗാനുരാഗി ആയിരുന്നതിന്റെ പേരിലായിരുന്നു എന്നുള്ളതാണ്. ബെനഡിക്ട് കംബർബാച്ച് ടൂറിംഗായി അഭിനയിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മോർട്ടൻ ഡിൽഡമാണ്. അലൻ ടൂറിംഗ് ദ എനിഗ്മ എന്ന ടൂറിംഗിന്റെ ബയോഗ്രഫിയെ ആസ്പദമാക്കി ഇതിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ഗ്രഹാം മൂർ ആണ്. ഇനി നിങ്ങളുടെ ഫേവറേറ്റ് ടെക് മൂവി ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യൂ.